കഴിഞ്ഞ 2 മാസമായി ഗർഭാശയ സംബന്ധമായ ചികിത്സ നടത്തി വരികയായിരുന്നു കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനിയായ വിലാസിനി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ കഴിയവേ ഇന്ന് രാവിലെയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഗർഭപാത്രം നീക്കം ചെയ്യാനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ വിലാസിനിക്ക് അസ്വസ്ഥതകൾ വന്നതോടെ ICUവിലേക്ക് മാറ്റേണ്ടി വന്നു. ICUവിലേക്ക് മാറ്റിയപ്പോഴാണ് ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് കുടലിന് മുറിവ് പറ്റിയ കാര്യം ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞ് സർജറി എല്ലാം ഓക്കെയാണ്, യൂട്രസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവരെ ഡോക്ടറെ അടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി നമ്മളെ അമ്മയുടെ കുടലിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അത് അവർ സ്റ്റിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ കുടലിലുണ്ടായ അണുബാധ ആന്തരികാവയവങ്ങളെ ബാധിച്ചാണ് മരിച്ചതെന്ന് ആരോപിക്കുകയാണ് കുടുംബം. ഇവരെടുത്ത് മറ്റ് മിസ്റ്റേക്കാണ് കുടലിന് ഡാമേജ് വന്നത്. ആ കുടലിന് ഡാമേജ് വന്ന ഈ ഡോക്ടേഴ്സിൻ്റെ ശ്രദ്ധ കുറവാണ് ഇൻറ്റേർണലായിട്ട് ഇൻഫെക്ഷൻ വന്നത്. ഇത് ഡോക്ടേഴ്സിൻ്റെ അടുത്തുള്ള പിഴവുകൊണ്ടാണ് രോഗി മരിക്കാനുള്ള കാരണം. രോഗി വേറെ ഒരു പ്രോബ്ലം ഇല്ലാത്ത രോഗിയാണ്. സ്റ്റിച്ചിട്ടത് വേണ്ട വിധം ഫലിച്ചില്ലെന്നും ഇതുമൂലം രണ്ടാമതും ശസ്ത്രക്രിയ നടത്തി പരിഹരിച്ചിരുന്നുവെന്ന് ഗൈനക്കോളജി വിഭാഗം പറയുന്നു. സംഭവത്തിൽ ഗൈനക്കോളജി സൂപ്രണ്ട് അരുൺ പ്രീത് ഗൈനക്കോളജി മേധാവിയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാവൂ. ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ കത്രിക മറന്നുവെച്ചതിനെ തുടർന്ന് ദുരിതത്തിലായ ഹർഷന ഇന്നും നീതി തേടി അലയുകയാണ്. ഇങ്ങനെ എത്രയോ ചികിത്സാ പിഴവ് പരാതികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ വിലാസിനി എന്ന 57 വയസ്സുകാരിക്കും ചികിത്സാ പിഴവെന്ന ആരോപണവുമായി കുടുംബം രംഗത്തു വന്നിരിക്കുന്നു. ശസ്ത്രക്രിയക്കിടയിൽ എന്തു സംഭവിച്ചുവെന്നത് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കണം. വിനോദ് മൊറായിക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.